നിങ്ങൾക്ക് മുസാഫറിനെ ഓർമ്മയില്ലേ? ഷാജി കല സംവിധാനം ചെയ്ത സുരേഷ് ഗോപി ചിത്രമായ ടൈഗറിലെ കഥാപാത്രം. കേസന്വേഷിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരുടെ കൂടെ നിന്ന് പോലീസ് സംവിധാനത്തിന് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത തരത്തിൽ പോലീസ് രഹസ്യങ്ങൾ ചോർത്തി ഒടുവിൽ ക്ലൈമാക്സിൽ തനി സ്വരൂപം പുറത്തെടുക്കുന്ന മുസാഫിർ എന്ന കൊടും വില്ലനെ മലയാളികളാരും അങ്ങനെ പെട്ടെന്ന് മറക്കാൻ വഴിയില്ല. പക്ഷേ ഈ പറയുന്ന മുസാഫറിനെക്കാളും ബുദ്ധിമാനാണ് നമ്മുടെ നായകൻ എന്നുള്ളത് കൊണ്ട് മാത്രം അവസാനം കാര്യങ്ങൾ ശരിയുടെ പക്ഷത്തു നിന്നു എന്ന് പറയാം. യഥാർത്ഥത്തിൽ ടൈഗർ സിനിമയുടെ ഇടവേള കഴിയുമ്പോൾ തന്നെ മുസാഫിർ ആരാണെന്നുള്ള യാഥാർത്ഥ്യം നായകൻ മനസ്സിലാക്കുന്നുണ്ട്. അത് ക്ലൈമാക്സിൽ നായകൻ വെളിപ്പെടുത്തുന്നുമുണ്ട്. പിന്നെ ഈ പറയുന്ന വില്ലൻ ഏതുവരെ പോകും എന്ന് നായകൻ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒടുവിൽ ക്ലൈമാക്സിൽ വച്ച് നായകൻ വില്ലനെ പൂട്ടുകയും ചെയ്യുന്നു. ആ സിനിമയിൽ സുരേഷ് ഗോപി അവതരിപ്പിക്കുന്ന നായക കഥാപാത്രം പ്രതിനിധാനം ചെയ്യുന്ന കേരള പോലീസ് സംവിധാനത്തെ പോലെയാണ് ഒരർത്ഥത്തിൽ ഇപ്പോൾ CPM. മാതൃഭൂമി പത്രത്തിൻ്റെ ഉടമയായ ശ്രേയാംസ് കുമാറിനെയും അതുപോലെ അദ്ദേഹത്തിൻ്റെ പാർട്ടിയെയും CPM ഇപ്പോൾ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. പണി അപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ടും. ഇങ്ങനെ ചുമന്നോട് നടക്കുന്നത് കൊണ്ട് എന്താണ് ഉപയോഗമെന്ന് ചോദിച്ചാൽ പ്രത്യക്ഷത്തിൽ യാതൊരുവിധ ഉപയോഗവും അതുകൊണ്ട് CPMനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ ഉപദ്രവമോ? ആവശ്യത്തിലധികം ഉപദ്രവം ഈ പറയുന്ന ശ്രേയാംസ് കുമാറിനെ കൊണ്ട് CPMനുണ്ട്. ശ്രേയാംസ് കുമാർ മുതലാളിയായ മാതൃഭൂമി ദിനപത്രം എപ്പോഴെങ്കിലും CPMനെ കുറിച്ച് നല്ലത് എഴുതിയ ഒരു സന്ദർഭം നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒന്ന് കാണിച്ചു തരാൻ കഴിയുമോ? കോൺഗ്രസ്സുകാരും യൂത്ത് കോൺഗ്രസ്സുകാരും ഇപ്പോൾ അവരുടെ ഔദ്യോഗിക ദിനപത്രമായ വീക്ഷണത്തെക്കാൾ കൂടുതൽ ആശ്രയിക്കുന്നത് ഈ പറയുന്ന മാതൃഭൂമിയെയും മനോരമയെയുമാണ് എന്നുള്ളത് കാലങ്ങളായി നമുക്ക് മുന്നിലുള്ള കാര്യങ്ങളാണ്. ഇനി ഒരുപക്ഷെ ആർക്കെങ്കിലും അക്കാര്യത്തിൽ സംശയമുണ്ടെങ്കിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ കാര്യങ്ങൾ പറഞ്ഞു തരും. നിങ്ങളിത് കേട്ട് കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങളുടെ സംശയം അവിടെ തീരും. സ്വന്തമായി പറഞ്ഞാൽ വീക്ഷണത്തെക്കാൾ നമുക്ക് നമ്മുടേതെന്ന് പറയുവാൻ കഴിയുന്ന പത്രം കോൺഗ്രസ്സുകാരന് മാതൃഭൂമിയായിരുന്നു. പിന്നെ എല്ലാ കാലത്തും നമ്മളോടൊപ്പമാണെങ്കിലും നമുക്കെതിരായി നിൽക്കുകയാണെങ്കിലും വ്യക്തിപരമായും പ്രത്യയശാസ്ത്രപരമായും ഒക്കെ എല്ലാ കാലത്തും നമ്മളോട് സൗഹൃദം പുലർത്തുന്ന ഒരാള് എന്ന നിലയിൽ കൂടിയാണ് ശ്രീ MV ശ്രേയാംസ് കുമാറിനെ നമ്മൾ ഈ സെഷനിലേക്ക് ക്ഷണിക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ കേട്ടല്ലോ. അതായത് രാഹുൽ മാങ്കൂട്ടം പറയുന്നത് വീക്ഷണത്തെക്കാൾ നമ്മുടെ പത്രമെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത് ഈ മാതൃഭൂമിയെ ആയിരിക്കുമെന്നാണ്. മാതൃഭൂമിക്ക് അതൊരു ബഹുമതിയാണ്. കേരളത്തിൽ സജീവമായി നിലനിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് പോലുള്ള ഒരു സംഘടന തങ്ങൾ അംഗീകരിക്കുന്ന പത്രമാണ് മാതൃഭൂമി എന്ന് പറയുമ്പോൾ അത് മാതൃഭൂമിക്ക് ഒരു ബഹുമതി തന്നെയാണ്. അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്നാൽ വീക്ഷണത്തിൻ്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. കൃത്യസമയത്ത് ശമ്പളം പോലും കൊടുക്കാൻ കഴിയാതെ തിരുവനന്തപുരം ജില്ലയിൽ മാത്രം വെറും 1000-ൽ താഴെ സർക്കുലേഷനുള്ള ഒരു ദിനപത്രം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക ദിനപത്രത്തിൻ്റെ സ്ഥാനത്ത് നിൽക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം സംസാരിക്കുന്നത് മാതൃഭൂമിക്ക് വേണ്ടിയാണ്. സ്വാഭാവികമായും വീക്ഷണത്തിൽ ജോലി ചെയ്യുന്ന ജീവനക്കാർ രാഹുൽ മാങ്കൂട്ടത്തിനോട് ചോദിക്കും, അപ്പോൾ പിന്നെ ഞങ്ങൾ ആരാ ചേട്ടാ എന്ന്. പിന്നെ രാഹുൽ മാങ്കൂട്ടം പറഞ്ഞ കാര്യം ശരിയാണ്. ഔദ്യോഗിക ദിനപത്രമായ വീക്ഷണം ചെയ്യുന്നതിനേക്കാൾ ഇരട്ടിയിലധികം പണി മാതൃഭൂമിയും മനോരമയും കൂടി ചെയ്യുന്നുണ്ട് കോൺഗ്രസിന് വേണ്ടി. വീക്ഷണം ദിനപത്രത്തെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. പക്ഷേ അതിനുള്ള സന്ദർഭം ഇപ്പോഴല്ല, പിന്നെ പറയാം. ഇപ്പോൾ പറയേണ്ടത് മറ്റൊരു കാര്യമാണ്. രാഹുൽ മാങ്കൂട്ടം ശ്രേയാംസ് കുമാറിനെ പുകഴ്ത്തി സംസാരിച്ച ഈ പ്രസംഗം നടന്നത് യൂത്ത് കോൺഗ്രസിൻ്റെ പഠന ക്യാമ്പിൽ വച്ചാണ്. ആ പഠന ക്യാമ്പിൽ ചീഫ് ഗസ്റ്റായി എത്തിയത് ഈ പറഞ്ഞ ശ്രേയാംസ് കുമാറാണ്. പുള്ളിക്കാരൻ LDFിൽ ഘടകകക്ഷിയായി ഇരിക്കുന്ന സമയത്താണ് യൂത്ത് കോൺഗ്രസിൻ്റെ ഈ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുത്തത് ശരിയായ കാര്യമല്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം രാഹുൽ മാങ്കൂട്ടം പ്രസംഗിച്ചു കഴിഞ്ഞതിന് പിന്നാലെ ശ്രേയാംസ് കുമാർ പ്രസംഗിച്ചപ്പോൾ താൻ എന്തുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുത്തു എന്ന കാര്യം അദ്ദേഹം പറഞ്ഞിരുന്നു. ഞാനിവിടെ വന്നപ്പോൾ തന്നെ രാവിലെ എന്നെ കുറേ ആൾക്കാർ വിളിച്ചു. അവർ വിചാരിച്ച് ഞാനിവിടെ വന്നത് UDFിൽ ചേരാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഞാനിവിടെ വന്നത് ഇപ്പം ഞങ്ങളുടെ സമ്മേളനത്തിലൊപ്പം ഞാൻ പുറത്തു പോവുകയാണ്. ഞാൻ യുവജനതയുടെ നേതൃത്വത്തിലുള്ളപ്പോൾ ഞങ്ങൾ സംഘടിപ്പിച്ച സംസ്ഥാന സമ്മേളനത്തിൽ MMSനോട് സംസാരിച്ചിട്ടുണ്ട്. പിണറായി വിജയൻ ഉണ്ടായിരുന്നു. വിവിധ പാർട്ടിയിൽപ്പെട്ട ആൾക്കാർ സംസാരിക്കും. ഞാനിവിടെ വന്നത് പാർട്ടി കാരണങ്ങളൊക്കെയല്ല, ഒരു മാധ്യമ പ്രവർത്തനങ്ങളൊക്കെയാണ്. ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലാണ് താൻ പരിപാടിയിൽ പങ്കെടുത്തത് എന്നാണ് ശ്രേയാംസ് കുമാർ പറഞ്ഞത്. എന്നാൽ അങ്ങനെയല്ല എന്ന് അദ്ദേഹത്തിനും അറിയാം. ഇതെല്ലാം കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന നമ്മൾക്കും അറിയാം. അദ്ദേഹത്തിൻ്റെ ചാട്ടം എങ്ങോട്ടാണെന്ന് ചിന്തിക്കുന്ന എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യും. യൂത്ത് കോൺഗ്രസിൻ്റെ പഠന ക്യാമ്പ് നടന്നത് ഏകദേശം 1.5 മാസം മുമ്പാണ്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ വിവരം പുറത്തു വന്നിരിക്കുകയാണ്. ഈ പുറത്തു വന്ന വിവരങ്ങൾ അനുസരിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടവും പുള്ളിക്കാരൻ്റെ ഗോഡ്ഫാദറായ ഷാഫി പറമ്പിലും ഒരു കോൺഗ്രസ് നേതാവിന് ഒരു മുട്ടം പണി കൊടുത്തു എന്നുള്ളതാണ്.
പണി കിട്ടിയത് മറ്റാർക്കുമല്ല, ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ വിശ്വസ്തനായ ടി സിദ്ദീഖിന് തന്നെയാണ്. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഈ പണി കൊണ്ട് രക്ഷപ്പെടാൻ പോകുന്നത് LDFുമാണ്. യൂത്ത് കോൺഗ്രസ് മുൻ സംസ്ഥാന പ്രസിഡന്റും KPCC ഭാരവാഹിയും കൽപ്പറ്റ MLAയുമായ ടി സിദ്ദീഖിനെ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൽപ്പറ്റയിൽ നിന്നും മാറ്റി കോഴിക്കോട് ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കാൻ ചരടുവലികൾ നടക്കുന്നുവെന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. ടി സിദ്ദീഖിനെ കൽപ്പറ്റ മണ്ഡലത്തിൽ നിന്നും മാറ്റാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ തന്നെയാണെന്നുള്ള വിവരങ്ങളാണ് എത്തുന്നത്. കുറച്ചുകാലമായി VD സതീശനും ഷാഫി പറമ്പിലുമായി തെറ്റി നിൽക്കുന്ന ടി സിദ്ദീഖിനെ കൽപ്പറ്റയിൽ നിന്നും മാറ്റി കോഴിക്കോട് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ മത്സരിപ്പിക്കാനുള്ള നീക്കങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് സൂചനകൾ. ഇതിനായി ഷാഫി പറമ്പിലും VD സതീശനും ശ്രമങ്ങൾ ആരംഭിച്ചു എന്നും കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള സൂചനകൾ വ്യക്തമാക്കുന്നു. എന്നാൽ ടി സിദ്ദീഖിനെ കൽപ്പറ്റ മണ്ഡലത്തിൽ നിന്നും മാറ്റാനുള്ള ശ്രമങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധങ്ങൾ ഉയർന്നിട്ടുണ്ട്. കോൺഗ്രസിൽ കുറച്ചുകാലം മുൻപാണ് ഷാഫി പറമ്പിലിനെ കേന്ദ്രീകരിച്ച് യുവ നേതാക്കളുടെ ഒരു കൂട്ടായ്മ രൂപം. യഥാർത്ഥത്തിൽ ഇപ്പോൾ കോൺഗ്രസിൽ സംഘടനാ തലത്തിൽ തീരുമാനങ്ങൾ എടുക്കുന്നത് ഈ ഗ്രൂപ്പാണെന്ന ആക്ഷേപം പരക്കെ ഉയരുന്നുണ്ട്. പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈ ഗ്രൂപ്പിൻ്റെ ഭാഗമാണെന്നും മുൻ KPCC പ്രസിഡന്റായിരുന്ന K സുധാകരനെ പ്രസിഡന്റ് പദവിയിൽ നിന്നും തെറിപ്പിക്കാൻ പിന്നിൽ കളിച്ചത് ഈ ഗ്രൂപ്പാണെന്നുമുള്ള ആരോപണങ്ങൾ കോൺഗ്രസിനുള്ളിൽ തന്നെ മുഴച്ചു നിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ഗ്രൂപ്പിനെതിരെ ചാണ്ടി ഉമ്മൻ, PC വിഷ്ണുനാഥ്, ടി സിദ്ദീഖ് തുടങ്ങിയ യുവ നേതാക്കളാണ് പ്രത്യക്ഷത്തിൽ നിൽക്കുന്നത്. പാലക്കാട്, നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുകളിൽ കാണാൻ കഴിഞ്ഞത് ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം ഗ്രൂപ്പിൻ്റെ ഏകപക്ഷീയ തീരുമാനങ്ങളാണെന്ന് മറുവശം ആരോപിച്ചിരുന്നു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ PV അൻവറെ പാതിരാത്രിയിൽ കാണാൻ പോയത് VD സതീശനും ഷാഫി പറമ്പിലും അറിഞ്ഞുകൊണ്ടാണെന്ന് അന്ന് ആരോപണങ്ങൾ ഉയർന്നിരുന്നു. ഇതൊക്കെ വലിയ വിമർശനങ്ങൾക്ക് കാരണമായിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് സമൂഹ മാധ്യമങ്ങളിലൂടെ ചാണ്ടി ഉമ്മൻ പരോക്ഷമായി പ്രതികരിക്കുകയും ചെയ്തിരുന്നു. തങ്ങളുടെ എതിർ ഗ്രൂപ്പിൻ്റെ ഭാഗമായ ടി സിദ്ദീഖിനെ വയനാട് ജില്ലയിലെ കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മാറ്റി കോഴിക്കോട് സീറ്റ് നൽകാനാണ് ഇപ്പോൾ ഈ പറയുന്ന ഷാഫി പറമ്പിൽ, രാഹുൽ മാങ്കൂട്ടം ഗ്രൂപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് സൂചനകൾ. എന്തിനാണ് ടി സിദ്ദീഖിനെ കൽപ്പറ്റ നിയമസഭാ മണ്ഡലത്തിൽ നിന്നും മാറ്റാൻ ഷാഫി പറമ്പിലും കൂട്ടരും ശ്രമിക്കുന്നത് എന്നതിൻ്റെ ഉത്തരമാണ് ശ്രേയാംസ് കുമാർ. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ശ്രേയാംസ് കുമാർ നേതൃത്വം നൽകുന്ന രാഷ്ട്രീയ ജനതാദൾ UDFിലേക്ക് വരുമെന്നും അതിൻ്റെ ഭാഗമായി ശ്രേയാംസ് കുമാർ ആവശ്യപ്പെടുന്ന കൽപ്പറ്റ നിയമസഭാ മണ്ഡലം അദ്ദേഹത്തിന് നൽകാനുമാണ് ഇപ്പോൾ നീക്കങ്ങൾ നടക്കുന്നതെന്നാണ് സൂചനകൾ. ചാണ്ടി ഉമ്മനും PC വിഷ്ണുനാഥിനും ഒപ്പം ഷാഫി പറമ്പിൽ വിരുദ്ധ വിഭാഗത്തിൻ്റെ നേതാവാണ് ഇപ്പോൾ ടി സിദ്ദീഖ്. മാത്രമല്ല, ടി സിദ്ദീഖ് ഷാഫിയെ ലക്ഷ്യം വെച്ച് ഗുരുതരമായ ആരോപണവും പരോക്ഷമായി ഉന്നയിച്ചിരുന്നു. ഷാഫി പറമ്പിൽ ഗ്രൂപ്പിനെ ഹൈജാക്ക് ചെയ്തു കൊണ്ടുപോയി VD സതീശൻ്റെ കയ്യിൽ കൊടുത്തു എന്നുള്ള പരാതിയാണ് അദ്ദേഹം ഉയർത്തിയത്. അതിനിടയിലാണ് കൽപ്പറ്റ മണ്ഡലം ടി സിദ്ദീഖിൽ നിന്നും എടുത്തുമാറ്റി ഇപ്പോൾ ഇടതുമുന്നണിയിലുള്ള RJDയുടെ ശ്രേയാംസ് കുമാറിന് നൽകാനാണ് VD സതീശനും ഷാഫി പറമ്പിലും ശ്രമിക്കുന്നത്. കൽപ്പറ്റ സീറ്റ് ലഭിക്കുമെന്ന് ഉറപ്പായാൽ മാത്രമേ ശ്രേയാംസ് കുമാർ ഇടതുമുന്നണി വിട്ട് UDFിലെത്തുകയുള്ളൂ എന്ന് അറിയിച്ചു കഴിഞ്ഞതായാണ് സൂചനകൾ. കൽപ്പറ്റ സീറ്റിൽ നിന്ന് മത്സരിച്ച് വിജയിക്കുകയും അടുത്ത UDF ഭരണത്തിൽ മന്ത്രിയാവുകയും ചെയ്യുക എന്നുള്ളതാണ് ശ്രേയാംസ് കുമാർ ലക്ഷ്യമിടുന്നത്. ജയിച്ചാൽ മന്ത്രിയാക്കാമെന്ന ഉറപ്പ് VD സതീശനും മറ്റ് സതീശനോട് അടുത്ത് നിൽക്കുന്ന ആളുകളും ശ്രേയാംസ് കുമാറിന് നൽകിയിട്ടുണ്ട് എന്നാണ് സൂചന. കൽപ്പറ്റ UDFിന് ഉറച്ച സീറ്റാണെന്നും അതുകൊണ്ട് തന്നെ നിലവിലെ സാഹചര്യത്തിൽ കൽപ്പറ്റയിൽ നിന്നാൽ മാത്രമേ ശ്രേയാംസ് കുമാർ വിജയിക്കുകയുള്ളൂ എന്നുമാണ് UDF വിലയിരുത്തൽ. പക്ഷേ നിലവിൽ UDF നേതാവായ ടി സിദ്ദീഖാണ് അവിടെ MLA ആയി തുടരുന്നത് എന്നുള്ളത് വലിയൊരു പ്രതിസന്ധിയാണ് സതീശൻ ഷാഫി ഗ്രൂപ്പിലുള്ളത്. കോഴിക്കോട് ജില്ലയിലേക്ക് മാറിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ടി സിദ്ദീഖ് വീണ്ടും നിയമസഭയിലെത്തുമോ എന്നുള്ള കാര്യം സംശയമാണെന്നുള്ള കാര്യവും ചില കോൺഗ്രസ് നേതാക്കൾ രഹസ്യമായി സമ്മതിക്കുന്നുണ്ട്. നിലവിൽ മുൻതൂക്കം നൽകേണ്ടത് LDFിൽ നിന്ന് ഒരു രാഷ്ട്രീയ പാർട്ടിയെ UDFിലേക്ക് കൊണ്ടുവരുന്നതിനാണെന്നും ആ ഒരു പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ചില സീറ്റുകൾ വച്ചുമാറാൻ ശ്രേയാംസ് കുമാറിന് കൽപ്പറ്റ സീറ്റ് ലഭിച്ചാൽ മാത്രമേ UDFിലേക്ക് വരാൻ കഴിയുകയുള്ളൂ എങ്കിൽ അതിന് തയ്യാറാകണമെന്ന സൂചനയാണ് ഇതിലൂടെ VD സതീശനും ഷാഫി പറമ്പിലും ടി സിദ്ദീഖിനും നൽകിയിരിക്കുന്നത്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ അധികാരത്തിലെത്തണമെന്ന സ്വപ്നം കാണുന്ന UDFിന് ഇത്തരത്തിലുള്ള ചില തീരുമാനങ്ങളും അതുമായി ബന്ധപ്പെട്ട സൂചനകളുമൊക്കെ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത് എന്നാണ് കോൺഗ്രസ് പാർട്ടിയിലെ മറ്റ് ഗ്രൂപ്പുകൾ പറയുന്നത്. നിലവിൽ കോൺഗ്രസിലെ ഗ്രൂപ്പിൻ്റെ വലിയൊരു വിഭാഗം ഷാഫി പറമ്പിലിൻ്റെ കയ്യിലാണെന്ന് വ്യക്തമാണ്. നേരത്തെ, അതായത് ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്ന സമയത്ത് ഗ്രൂപ്പിൻ്റെ നേതാക്കളായി നടന്ന PC വിഷ്ണുനാഥും ടി സിദ്ദീഖും അടക്കമുള്ള നേതാക്കൾ ഇപ്പോൾ ഗ്രൂപ്പിന് പുറത്താണ്. ഗ്രൂപ്പ് തിരിച്ചു പിടിക്കുക, ഉമ്മൻചാണ്ടി ജീവിച്ചിരുന്നപ്പോൾ തങ്ങൾക്കുണ്ടായിരുന്ന മേധാവിത്വം തിരിച്ചു പിടിക്കുക എന്നീ 2 ഉദ്ദേശങ്ങളോടെയാണ് ചാണ്ടി ഉമ്മൻ്റെ നേതൃത്വത്തിൽ യുവ നേതാക്കൾ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഇവർക്ക് ബെന്നി ബെഹനാൻ്റെയും KC ജോസഫിൻ്റെയും പൂർണ്ണ പിന്തുണയുണ്ടെന്നുള്ളതും യാഥാർത്ഥ്യമാണ്.
ഉമ്മൻചാണ്ടിയെപ്പോലും പിന്നിൽ നിന്ന് കുത്തി എന്ന് എ ഗ്രൂപ്പ് ആരോപിക്കുന്ന ഷാഫി പറമ്പിൽ ഇപ്പോൾ വി സതീശൻ്റെ ഏറ്റവും വലിയ വിശ്വസ്തരിൽ ഒരാളുമാണ്. എന്തുകൊണ്ട് ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും സിദ്ദീഖിനെ ഒതുക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതിന് ഇതുവരെ കേട്ട കാരണമല്ലാതെ മറ്റൊരു പ്രധാന കാരണം കൂടിയുണ്ടെന്ന് പഴയ എ ഗ്രൂപ്പുകാർ രഹസ്യമായി പറയുന്നുണ്ട്. ശ്രേയാംസ് കുമാറിന് കൽപ്പറ്റ സീറ്റ് മത്സരിക്കാൻ നൽകിയാൽ സിദ്ദീഖ് കോഴിക്കോട്ടുള്ള ഏതെങ്കിലും സീറ്റിലേക്ക് മാറേണ്ടി വരുമെന്നുള്ള കാര്യം ഉറപ്പാണ്. സിദ്ദീഖിനെ സംബന്ധിച്ച് കോഴിക്കോട് ജില്ലയിൽ മത്സരിച്ചാൽ ജയിക്കുമെന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മന്ത്രിയാകണമെന്ന ആഗ്രഹത്തോടെ കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്ന വ്യക്തിയാണ് ഈ പറയുന്ന ഷാഫി പറമ്പിൽ. എന്നാൽ അതേസമയം സിദ്ദീഖ് മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ മന്ത്രിയാകേണ്ടത് സിദ്ദീഖാണോ ഷാഫിയാണോ എന്നൊരു ചോദ്യം അവിടെ സ്വാഭാവികമായി ഉയരും. ഭൂരിപക്ഷം പേരും സിദ്ദീഖിന് അനുകൂലമായിട്ടുള്ള നിലപാടായിരിക്കും എടുക്കുന്നത് എന്നുള്ള കാര്യം ഷാഫിക്ക് ഏറെക്കുറെ ബോധ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ താൻ വെറും MLA ആയി ഇരിക്കുകയും സിദ്ദീഖ് മന്ത്രിയായി മാറുകയും ചെയ്യുന്ന കാഴ്ച തനിക്ക് കാണേണ്ടി വരുമെന്ന് ഷാഫി ആശങ്കപ്പെടുന്നുണ്ട് എന്നാണ് സൂചനകൾ. എന്നാൽ സിദ്ദീഖ് മത്സരിച്ചാൽ ജയിക്കുമെന്നുറപ്പുള്ള കൽപ്പറ്റ മണ്ഡലത്തിൽ നിന്നും പുള്ളിക്കാരൻ അത്ര ഉറപ്പില്ലാത്ത ഒരു സീറ്റിലേക്ക് മാറ്റുക എന്നുള്ളതാണ് ഇതിനിടയിൽ നടക്കാൻ പോകുന്ന പ്രധാന നീക്കമെന്നാണ് കോൺഗ്രസിൽ നിന്ന് തന്നെയുള്ള സൂചനകൾ നമ്മളോട് പറയുന്നത്.